വൈദേഹി, എന്റെ കാര്യത്തിൽ ഇപ്പോഴും സംശയമാണോ? എന്താ അമ്മ അങ്ങനെ ചോദിച്ചേ? അമ്മയുടെ കാര്യത്തില് എനിക്ക് എന്ത് സംശയം ഉണ്ടാവാനാ? അങ്ങനെയൊന്നും ഇല്ല അമ്മേ. പിന്നെ അല്ലാതെ കൗസല്യേ, നിന്നെ എന്തിനവൾ എന്നെ സംശയിക്കണം? പറയാൻ പറ്റില്ലല്ലോ അമ്മേ. ഒരിക്കൽ അവളുടെ കുഞ്ഞിനെ കൊല്ലാൻ ഞാൻ ശ്രമിച്ചതല്ലേ. ഇപ്പൊ ഞാൻ മാറിയെന്ന് പറഞ്ഞാ അവളത് വിശ്വസിക്കണമെന്നൊന്നുമില്ലല്ലോ അമ്മേ. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട അമ്മേ. അമ്മയുടെ തെറ്റിദ്ധാരണ മാറിയതില് എനിക്കും ദേവേട്ടന് എത്രമാത്രം സന്തോഷായിന്നറിയോ? പക്ഷെ വാക്കുകളിലുള്ളത് പ്രവൃത്തിയിൽ കാണുന്നില്ലല്ലോ വൈദേഹി. കാലത്ത് ഞാൻ പാല് തന്നപ്പോ നേരത്തെ കുടിച്ചെന്ന് പറഞ്ഞു. ഞാൻ നിർബന്ധിച്ചപ്പോ വേറെ വഴിയില്ലാതെ നീ അത് വാങ്ങിച്ച്. അതും നീ എന്റെ മുമ്പിൽ വെച്ച് കുടിക്കാതെ നിന്റെ മുറിയിലോട്ട് കൊണ്ടുപോയി. ഇപ്പൊ ചോറ് തന്നപ്പോഴും ഇവിടെ വെച്ച് കഴിക്കാതെ എടുത്തോണ്ട് പോവാ. അപ്പൊ ഞാൻ എന്താ കരുതണ്ടേ? അങ്ങനെയല്ല അമ്മേ. അമ്മ വെറുതെ ഓരോന്ന് ചിന്തിക്കുന്നതാ. എന്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല. എന്ന് പിന്നെ ഇവിടെ തന്നെ ഇരുന്ന് ചോറ് കഴിക്ക. എനിക്ക് ഒട്ടും വിശപ്പില്ലാത്തതുകൊണ്ടാണമ്മേ. പേരിനെങ്കിലും കുറച്ച് കഴിച്ചിട്ട് പോയാ മതി. എന്നെ സംശയിക്കുന്നില്ല എന്നുള്ളത് സത്യമാണെങ്കിൽ ഒരു ഉരുള ചോറെങ്കിലും കഴിച്ചിട്ട് നീ പൊക്കോ. എന്നിട്ട് വിശക്കുമ്പോ ബാക്കിയുള്ളത് കഴിച്ചോ. കഴിക്കും മോളെ. നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ അവള് പറയുന്നേ. ഇങ്ങനെ വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അയ്യോ എന്റെ എന്തുമ്മേ, ഞാൻ എന്താന്നാ പറയാ? വിശപ്പില്ലാത്ത സമയത്ത് ഒരു ഉരുള കഴിച്ചാലും അപ്പൊ ഛർദിക്കാൻ തോന്നും. ഗർഭിണിയായിരിക്കുമ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. മാത്രമല്ല അമ്മ വേണ്ടാതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നതാ. എന്റെ മനസ്സിൽ അമ്മയെക്കുറിച്ച് ഒരു സംശയമില്ല. ശരി, വിട്ടുകള കൗസല്യേ. ഒന്നുമില്ലെന്ന് അവള് പറഞ്ഞില്ലേ. നിർബന്ധിച്ചെന്തിനാ കഴിപ്പിക്കുന്നേ? അവൾക്ക് കഴിക്കാൻ തോന്നുമ്പോ കഴിക്കട്ടെ. നീ അത് കൊണ്ടുവയ്ക്കും മോളെ. നിങ്ങക്ക് ഇവിടെ എന്താ കാര്യം? ഏത് നേരം ഇവിടെ ഉള്ളവർ എന്താ ചെയ്യുന്നതെന്ന് നോക്കി നടപ്പല്ലേ ജോലി. പട്ടിയും പൂച്ചയെക്കാളും കഷ്ടാണല്ലോ നിങ്ങളുടെ കാര്യം. പറഞ്ഞിട്ടൊരു കാര്യമില്ല. വെച്ചിട്ടുണ്ടടി നിനക്ക്. ഇത്രയും നാളും നിന്റെ താളത്തിനൊത്ത് ഞങ്ങളെ കളിപ്പിച്ചു. ഇനി ഊർമിളയുടെ കളി എന്താണെന്ന് ഇപ്പൊ കാണിച്ചു തരാം. മോനെ ദേവാ, പോയ കാര്യം നടന്നു മോനെ? അതൊക്കെ ഓക്കെ ആയമേ. കോളേജിലെ സീറ്റൊക്കെ ഞാൻ മേടിച്ചു കൊടുത്തു. സീറ്റ് കിട്ടിയപ്പോ വലിയ സന്തോഷമായി. എന്നാ പിന്നെ നീ ആഹാരം കഴിക്കുമ്പോനെ ബാ. വൈദേഹി വല്ലതും കഴിച്ചായിരുന്നോ? അവക്ക് കൊടുത്തില്ലേ, നീ ഞങ്ങളെ ശരിയാക്കില്ലേ? മുറി പോയി കഴിച്ചോളാന്നും പറഞ്ഞ് പ്ലേറ്റുമായിട്ട് പോയിട്ടുണ്ട് അവള്. നീ വന്ന് കഴിക്ക. അമ്മ എന്തിനാ നുണ പറയുന്നത്? ദേവനൊന്നും അറിയുന്നില്ല. നിങ്ങൾ നല്ലോണം നോക്കൂന്ന് കരുതിയല്ലേ അവൻ വിശ്വസിച്ച് പുറത്തോട്ട് പോകുന്നു. എന്നിട്ടിപ്പോ ചോറ് പോലും കൊടുക്കാതെ അവളെ പട്ടിണിക്കിടുന്നു. നീ എന്തീ പറയുന്നു ഊർമിളെ? ഞാൻ പറയുന്നത് എല്ലാം സത്യമാണമ്മേ. കാലത്ത് തൊട്ട് വൈദേഹി ഒന്നും കഴിച്ചിട്ടുമില്ല, കുടിച്ചിട്ടുമില്ല. നീ എന്തായി പറയുന്നേ? കാലത്ത് അവള് പാല് കുടിച്ചല്ലോ, ഇപ്പൊ അവള് ചോറും എടുത്തോണ്ട് പോയിട്ടുണ്ട്. കാര്യം അറിയാതെ സംസാരിക്കരുത്. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇവളുടെ സ്ഥിരം ശീലമാണല്ലോ. വൈദേഹിയെ വിളിച്ചു ചോദിച്ചാ
സത്യം എന്താണെന്ന് അവള് പറഞ്ഞു തരും. അതൊന്നും വേണ്ടേട്ടാ. ഏതായാലും കളവ് പറയുന്ന അവസ്ഥയൊന്നും എന്റെ അമ്മയ്ക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഏട്ടത്തി പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു തോന്നുന്നുണ്ടോ? നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറയുന്നത് സത്യമാണ് ദേവ. വൈദേഹിയുടെ കൈ കൊടുത്തുവിട്ടതുകൊണ്ടായില്ലല്ലോ അതവള് കഴിച്ചോ കുടിച്ചോ എന്നുള്ളതും കൂടി നോക്കണ്ടായിരുന്നു. അതും പട്ടിണിക്കിടുന്നതിന് തുല്യമല്ലേ. കഴിച്ചോളാന്നും പറഞ്ഞല്ലേ വൈദേഹി എടുത്തോണ്ട് പോയേ. അവള് കഴിച്ചില്ലെന്ന് നീ കണ്ടോ? ഞാൻ കണ്ടത് പോട്ടെ, നിങ്ങളെയും കൂടി കാണിച്ചു തരാം. കണ്ടിട്ട് ഞെട്ടരുത്. കാണിച്ചു കൊടുക്കൂ ഊർമിളെ. അല്ലെങ്കിൽ ഇവര് നമ്മൾ പറയുന്നതെല്ലാം കളവാണെന്നും ഇവരെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം പറയുന്നതാണെന്ന് വിചാരിക്കും. കാണിച്ചു കൊടുക്ക്. എന്ത് കാണിക്കാനാ? നോക്കട്ടെ. എവിടുന്നെങ്കിലും ഒരു വയ്യാവേലി എങ്ങനെങ്കിലും ദിവസം ഒപ്പിച്ചോളൂ. അങ്ങനെ ആയിക്കോട്ടെ ഇന്ദുവമ്മേ. വലിയ കാര്യത്തിൽ നിങ്ങൾ കുങ്കുമപ്പൂ ചേർത്ത് കൊടുത്ത പാൽ എന്തായി എന്നും ആദ്യം വിളമ്പിക്കൊടുത്ത ചോറ് എന്തായി എന്നും ഞാൻ കാണിച്ചു തരാം. നല്ലോണം കണ്ടു. ദേവാ, നീയും കണ്ടോ? ഇന്ദുവമ്മേ, നല്ലോണം നോക്ക്. ഇന്ദുവമ്മയുടെ പേരക്കുട്ടിയുടെ അഹങ്കാരം. എന്താ ജിയ, ഇത് മതിയോ? എരുതിയിലെ ഊർമിളെ നീ എണ്ണ ഒഴിച്ചു കൊടുത്തത് ഇനി അത് ആളി കത്തിക്കോളും. വയറ് നിറച്ചു കണ്ടോ? ഇനി നിങ്ങൾ തീരുമാനിക്കും. ഇപ്പൊ എന്തു പറയുന്നു ദേവ? ഇനിയെങ്കിലും ഞാൻ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കോ? അതോ ഇനി ഇവള് വൈദേഹിയല്ല, വൈദേഹിയെ പോലെ ഇരിക്കുന്ന മറ്റാരുടെയെങ്കിലും വീഡിയോ ആണെന്നൊക്കെ പറയൂ? അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. പാവം വല്യമ്മ വലിയ കാര്യത്തെ കൊണ്ട് കൊടുത്തപ്പോ അവൾ അത് കൊണ്ട് കളഞ്ഞിരിക്കുന്നു. വല്യമ്മ എന്തെങ്കിലും വിഷം കലർത്തി അവളുടെ ഗർഭം അലസിപ്പിക്കുമെന്നുള്ള പേടിയായിരിക്കും. വൈദേഹി, ദേവേട്ടാ, പോയ കാര്യമൊക്കെ കഴിഞ്ഞോ? അതൊക്കെ കഴിഞ്ഞു. നീ ഇന്ന് ഭക്ഷണം കഴിച്ചായിരുന്നോ വൈദേഹി? കഴിച്ചു ദേവേട്ടാ. അമ്മ എനിക്ക് വിളമ്പി തന്നെ മുറിയിൽ കൊണ്ടുപോയി ഞാനത് കഴിച്ചേ ദേവേട്ടാ. എന്നിട്ട് നിന്റെ വിശപ്പ് മാറിയോ? അതോ സംശയം കൊണ്ട് നിന്റെ വയറ് നിറച്ചോ? ഞെട്ടരുത് വൈദേഹി. നീ അത് കഴിച്ചോ കൊണ്ട് കളഞ്ഞൂന്ന് എല്ലാവരും കണ്ടു കഴിഞ്ഞു. എങ്ങനെയാണെന്ന് ചോദിച്ചില്ലല്ലോ. ദേ നോക്ക്, നല്ലോണം നോക്ക്. എന്തിനാ മോളെ നീ ഇങ്ങനെ ചെയ്തേ? കൗസല്യയോട് സംശയമൊന്നും ഇല്ലെന്നല്ലേ നീ പറഞ്ഞേ? പിന്നെന്തിനാ ചോറ് കൊണ്ട് കളഞ്ഞേ? നീ ഭക്ഷണം കഴിക്കാൻ മടിച്ചതുകൊണ്ടാ നിന്റെ സംശയം മാറിയില്ലെന്ന് ചോദിച്ച്. എന്നിട്ട് സംശയമില്ലെന്ന് നീ പറഞ്ഞപ്പോ കണ്ണടച്ച് ഞാനത് വിശ്വസിച്ചു. ഞാൻ എത്ര സ്നേഹത്തോടെ നിനക്കത് തന്നെ, എന്നിട്ട് നീ അത് വിഷമാണെന്ന് കരുതിയല്ലേ? അല്ലമ്മേ, അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞാൻ ഈ കണ്ടത് എന്താ മോളെ? ഇവരൊക്കെ വേണ്ട ദിനങ്ങൾ എത്ര പറഞ്ഞിട്ടും എന്റെ ചോരയല്ലേ ഇത്? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലെന്ന് കരുതി
ഇവരാരും പറഞ്ഞത് ഞാൻ ചെവിക്കൊണ്ടില്ല. ഇന്ന് ഞാൻ നിന്റെ നന്മയെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. എന്നിട്ടും എന്നെ നീ മനസ്സിലാക്കിയില്ലല്ലോ. ഇനി മനസ്സിലാവുകയില്ല. നീയും എന്നെ സംശയത്തോടെയാണല്ലേ കാണുന്നത്. അയ്യോ ഇല്ല അമ്മേ. പറയൂ വൈദേഹി, എന്തിനാ നീ അങ്ങനെ ചെയ്തത്? ദേവേട്ടാ, അത് എന്നോട് പറഞ്ഞായിരുന്നല്ലോ അമ്മയുടെ സംശയങ്ങളൊക്കെ മാറിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ. എന്നിട്ട് പായസം ഉണ്ടാക്കി എനിക്ക് കൊണ്ട് തരുകയും ചെയ്തില്ലേ. പിന്നെന്താ? പിന്നെ നിന്റെ മനസ്സിൽ എന്ത് വിഷമാണ് കടന്നുകൂടിയത്? അത് പുതിയതായിട്ട് കടന്നുകൂടിയ വിഷമല്ല, ആദ്യം തൊട്ടേ ഉള്ളതാ. ഞങ്ങളോടുള്ള സംശയത്തിന്റെ പേരില് രാത്രി പെട്രോൾ ഒഴിച്ച് കത്തിച്ച് ചാമ്പലാക്കാൻ നോക്കിയതാ. എന്നിട്ടിപ്പോ കൗസല്യേച്ചിയെ സംശയം. ചേച്ചി വലിയ കാര്യത്തിൽ തന്ന പാലും ചോറും അവള് കൊണ്ടുപോയി കളഞ്ഞേക്കുന്നു. ഏത് കാര്യത്തിനും വൈദേഹിയെ നോക്കി പഠിക്കുക, വൈദേഹിയെ നോക്കി പഠിക്കുന്നല്ലേ പറയാറ്. ഇതാണോ ഞാൻ കണ്ടുപഠിക്കേണ്ടത്? ഊർമിളെ, കിട്ടിയ അവസരം മുതലെടുത്ത് വായി തോന്നിയത് എന്തും പറയല്ലേ. വൈദേഹി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടാവും. ആഹാ, ഈ സംഭവത്തിൽ വൈദേഹി അമ്മയെ സംശയിക്കുന്നതല്ലാണ്ട് മറ്റെന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞതാ. ഞങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ടാ. ആർക്കറിയാം, മുറി കൊണ്ടുവച്ചപ്പോ അതിലെന്തെങ്കിലും വീണിട്ടുണ്ടാവും. കൊള്ളാലോ, ഭാര്യ എന്ത് ചെയ്താലും അതിലെല്ലാം തെറ്റ് കണ്ടുപിടിക്കുന്ന ആള് വൈദേഹി തെറ്റ് ചെയ്താലും അതിലൊരു ന്യായീകരണം കണ്ടുപിടിക്കും. പോട്ടെ, പാലില് വല്ലതും വീണതാണെന്ന് കരുതാം. ചോറിനകത്ത് എന്താ അങ്ങനെ വീണേ? അത് ഉഗ്രം പോയിന്റാ. അങ്ങനെ വല്ലതും വീണിരുന്നെങ്കിൽ അത് തുറന്ന് പറയാലോ. എന്തിനാ ഇങ്ങനെ നിന്ന് പരുങ്ങുന്നേ? കഴിച്ചൂന്ന് കളവ് പറഞ്ഞത് എന്തിനാണ്? എന്തിനാന്ന് ചോദിച്ചാ വൈദേഹിക്ക് ഇപ്പോഴും ഈ വീട്ടിലുള്ള എല്ലാവരെയും സംശയവാ. ഇന്നലെ ഞങ്ങളായിരുന്നു ഇര, ഇന്ന് അമ്മയാണ് ഇവള് സംശയിച്ചത്. നാളെ ദേവനെയും ചിലപ്പോ സംശയിച്ചെന്നിരിക്കും. എഴുത്തി വായി തോന്നുന്നതൊന്നും പറയരുത്. അവരാരും തന്നെ ഒന്നും പറയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നീ സത്യം എന്താണെന്ന് പറയണം. പറഞ്ഞു തീരൂ വൈദേഹി. എന്തിനാ നീ ഭക്ഷണം കൊണ്ട് കളഞ്ഞത്? സത്യം എനിക്കറിയണം. അവസാനായിട്ട് ചോദിക്കാം. ശരിയാ, നിന്റെ കുഞ്ഞിന്റെ കാര്യത്തില് ഞാൻ ഒരിക്കൽ തെറ്റ് ചെയ്തു പോയി. പക്ഷെ അന്നത്തെ അവസ്ഥ നിനക്കറിയായിരുന്നല്ലോ. നിന്റെ അമ്മയുടെയും എന്റെ ദാസേട്ടന്റെ ജീവനോ പോയത്. ഈ വീടിന് കുടുംബനാഥനെയാണ് നഷ്ടപ്പെട്ടത്. അതിനുശേഷം ദേവന് ഒന്നിനു പുറകെ ഒന്നായി അപകടങ്ങൾ. ഇതിനെല്ലാത്തിനും നിന്റെ കുഞ്ഞാണ് കാരണമെന്ന് പറഞ്ഞ ആരെ വിശ്വസിക്കാതിരിക്കാം? ഞാനും ഇത് വിശ്വസിച്ചു. ഞാൻ ചെയ്തതെല്ലാം എന്റെ ദേവനൊന്നും സംഭവിക്കരുതെന്ന ഒറ്റ ആഗ്രഹത്തിന്റെ പുറത്താ. പക്ഷെ പിന്നീട് ഞാനെല്ലാം മനസ്സിലാക്കിയില്ലേ. വിദ്വേഷം മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് സ്നേഹം അഭിനയിക്കാൻ എനിക്കറിയില്ല. മനസ്സിലുള്ളത് എന്താണെങ്കിലും അത് അതേപടി തന്നെ പ്രകടിപ്പിക്കും. ഇപ്പൊ ഈ വീടിനൊരു അനന്തരാവകാശിയെ വേണം. എന്റെ ഭർത്താവ് കണ്ട സ്വപ്നം നിറവേറണം. അത് മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. അത് മനസ്സിലാക്കാതെയാണ് നീ എന്നെ സംശയിച്ചത് വൈദേഹി. അങ്ങനെയൊന്നും ഇല്ല അമ്മ. എനിക്ക് അമ്മയുടെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദയവ് ചെയ്ത് അമ്മ ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ നീ അമ്മ തന്ന ഭക്ഷണം കൊണ്ട് കളഞ്ഞെന്തിനാ? ദേവേട്ടാ, നീ ഈ വ്രതമിരിക്കണ കാര്യം മറ്റാരും അറിയാൻ പാടില്ല. ഈ സത്യം എന്നേക്കുമായി നിന്റെ മനസ്സിൽ തന്നെ കുഴിച്ചു മൂടണം. ദേവേട്ടാ, എന്നോടൊന്നും ചോദിക്കരുത്. പക്ഷെ അമ്മ എനിക്കിപ്പോ ഒരു സംശയമില്ല ദേവേട്ടാ.
അത് ദേവേട്ടൻ വിശ്വസിക്കണം. അത് സത്യമാണെങ്കിൽ ഇപ്പൊ അമ്മ വിളമ്പി തരുന്ന ഭക്ഷണം നീ കഴിക്കണം. പറ്റോ? അമ്മേ, കഴിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ. കഴിക്കേ. ഇത് ഞങ്ങൾ എല്ലാവരും കഴിച്ചതാ. ഇതിൽ ഞാൻ ഒന്നും ചേർത്തിട്ടില്ല. ഇനിയെങ്കിലും കഴിക്കും. എന്താ മോളെ മടിച്ചു നിൽക്കുന്നേ? കഴിക്കേ. ദയവേദി ഈ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ ആരും എന്നെ നിർബന്ധിക്കരുത്. അത് ശരി, ഇപ്പൊ അങ്ങനായോ? എന്താ നിന്റെ മനസ്സിൽ വൈദേഹി? നിങ്ങൾ കാല് പിടിച്ചാലും അവൾ ഒന്നും കഴിക്കാൻ പോകുന്നില്ല. കാരണം നമ്മളെ ആരെ അവൾക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാ. അല്ല, അങ്ങനെയൊന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്തിനാ എല്ലാം എന്റെ മേലിങ്ങനെ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നത്? പിന്നെന്തിനാ വൈദേഹി നീ ഇത് കഴിക്കാൻ മടിക്കുന്നേ? എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാൻ നിന്റെ ഭർത്താവാണെന്ന് നീ ഇപ്പൊ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ ഈ ചോറ് കഴിക്കണം. കഴിക്കു വൈദേഹി, എന്താ ഇത്രയ്ക്ക് പേടി? കഴിക്കേ. എനിക്കിപ്പോ ഒന്നും കഴിക്കാൻ താല്പര്യമില്ല. പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവില്ല. എനിക്കിപ്പോ കഴിക്കാൻ പറ്റില്ല. ഇതാണ് ഈ വീട്ടിലെ ഉത്തമയായ മരുമോളുടെ അവസ്ഥ. ദേവാ, ഞങ്ങളുടെ കാര്യത്തിലൊക്കെ തീരുമാനമായി. നിന്റെ കാര്യത്തിൽ ഒത്തിരി ഗ്യാരണ്ടി ഒന്നുമില്ലെന്ന് മനസ്സിലായല്ലോ. ഓൾറെഡി നിന്നെ അവള് സംശയിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഭർത്താവിനോട് ഒരു വിലയില്ലല്ലോ. ഭർത്താവിന്റെ വിലയെക്കുറിച്ച് ആരായി സംസാരിക്കുന്നേ? ശരി, ഞാൻ എന്തായാലും അങ്ങനെ ആയിപ്പോയി. വൈദേഹി ഉത്തമയായ ഭാര്യയല്ലേ? അവളുടെ കാര്യം പരാജയ. ശരിക്കും വൈദേഹിക്ക് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ദേവൻ പറഞ്ഞതനുസരിച്ചേനെ. ഇപ്പൊ അവൾ എന്താന്ന് മനസ്സിലായല്ലോ. എന്തൊരു തലയിലെടുത്ത എന്റെ ഏത് ജന്മത്തെ പാപമാണോ എന്തോ. എന്തൊക്കെ അനുഭവിച്ചാൽ ഇതൊന്ന് തീർന്നു കിട്ടും. മിടിക്കുകയാണല്ലോ ഊർമിളെ. ഇതെന്തായാലും കുറിക്കൊണ്ടു. ഇനിയങ്ങോട്ട് വൈദേഹിയുടെ കഷ്ടകാലം തുടങ്ങിയിരിക്കുക. വല്യമ്മയെ മാറ്റിയെടുക്കാൻ നമ്മൾ എന്തുമാത്രം പാടുപെട്ടു. പിന്നെയും വല്യമ്മ മനസ്സ് മാറി ആ വൈദേഹിയെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതല്ലേ. പക്ഷെ അതിപ്പോ പൊളിഞ്ഞ് പാളീസായി. നീ സൂപ്പറാ ഊർമിളെ. ഇനി അങ്ങോട്ട് വൈദേഹിയെ തലേ കയറ്റി വെച്ചിരുന്ന സകലരും താഴോട്ട് തള്ളിയിട്ടോളൂ. ആ കുഞ്ഞു അനുഗ്രഹവും എല്ലാം ശാപമാണെന്ന് വിശ്വസിച്ചോളൂ. ഇനി ഇവിടെ വൈദേഹിയെ സഹായിക്കാൻ ആരും തയ്യാറാവില്ല.
2 ദിവസം മുമ്പ് വാ തുറക്കാൻ പറ്റാതിരുന്നതാ. അതങ്ങനെ തന്നെ ഇരുന്നാ മതിന്ന് തോന്നിപ്പോവാ. എങ്കിൽ ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അത്യാഗ്രഹം മൂത്ത് ദിവസം ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കി വീട്ടിലുള്ളവരുടെ സമാധാനം നഷ്ടപ്പെടുത്തുക. എന്റെ കുടുംബം തകർക്കാൻ നോക്കിയ ആദ്യം ബലിയാടാവാൻ പോകുന്നത് നീ ആയിരിക്കും ഊർമിളെ. ഓർമ്മയിരിക്കട്ടെ.